ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ BJPക്ക് പരോക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മതവും രാഷ്ട്രീയവും സഖ്യം ചേരുമ്പോൾ നിഷ്കളങ്കർ ആക്രമിക്കപ്പെടുന്നുവെന്നും ജബൽപൂരും മണിപ്പൂരും പരാമർശിച്ചു അദ്ദേഹം പറഞ്ഞു. സ്വന്തം മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണെന്നും കണ്ണൂരിൽ ദുഃഖവെള്ളി ദിന സന്ദേശത്തിൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. വാർത്തകൾ വിശദമായി. സങ്കീർണമായ അൽഗോരിതങ്ങൾ നയിക്കുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ ആരെയും തിരസ്കരിക്കാത്ത ദൈവിക സമ്പദ് വ്യവസ്ഥയെ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നാണ് വിശ്വാസികളോട് ഫ്രാൻസിസ് മാർപ്പാപ്പ. മനുഷ്യരക്ഷയ്ക്കായി കുരിശുമരണം വരിച്ച ദൈവത്തിൻ്റെ സ്മരണയിൽ കുരിശിൻ്റെ വഴിയിലും പ്രാർത്ഥനകളിലും വിശ്വാസ സമൂഹം അണിനിരന്ന ദുഃഖവെള്ളി ദിനത്തിൽ അവതരിപ്പിച്ച പ്രത്യേക ധ്യാന ശ്ലോകത്തിലാണ് വിതയ്ക്കുകയും വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെപ്പറ്റി മാർപ്പാപ്പ പറഞ്ഞത്. കോളേജ് അധ്യാപകർ തന്നെ ചോദ്യപേപ്പർ വാട്സാപ്പ് വഴി ചോർത്തിയെന്ന് കണ്ണൂർ സർവകലാശാലയുടെ കണ്ടെത്തൽ. കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജിൽ ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് കണ്ടെത്തിയതിന് പിന്നാലെ കണ്ണൂർ സർവകലാശാല അധികൃതർ ഗ്രീൻവുഡ് കോളേജിനെതിരെ പോലീസിൽ പരാതി നൽകി. സിൻഡിക്കേറ്റ് സമിതി അന്വേഷണത്തിന് നിയോഗിച്ചതായും വൈസ് ചാൻസലർ അറിയിച്ചു. കോളേജിലെ പരീക്ഷാ കേന്ദ്രം മാറ്റിയെന്നും കണ്ണൂർ സർവകലാശാല വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ജില്ലാ പോലീസ് മേധാവിക്കും ബേക്കൽ പോലീസിനും പരാതി നൽകിയിട്ടുമുണ്ട്. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്തേക്കും. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് ഷൈനിൻ്റെ പിതാവ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉള്ള നോട്ടീസ് പോലീസ് തൃശ്ശൂരിലെ ഷൈനിൻ്റെ വീട്ടിലെത്തി നൽകിയത്. ബുധനാഴ്ച രാത്രിയായിരുന്നു ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ നേരിട്ട് വിശദീകരണം നൽകാൻ നടൻ ഷൈൻ ടോം ചാക്കോ തിങ്കളാഴ്ച ഫിലിം ചേംബർ ആസ്ഥാനത്ത് എത്തുമെന്ന് റിപ്പോർട്ടുകൾ. നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് ഷൈനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പോലീസ് അന്വേഷണവുമായും ഷൈൻ സഹകരിക്കും. മണ്ണിടിഞ്ഞ് കൂടി പൊഴി മൂടപ്പെട്ട മുതലപ്പൊഴിയിൽ അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്ത് സമീപ പഞ്ചായത്തുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിനൊപ്പം പ്രവർത്തിക്കുന്നതിന് പകരം പ്രദേശത്ത് കലാപമുണ്ടാക്കാനാണ് ഒരു കൂട്ടർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ കാണാത്ത വിധം പൊഴിയിൽ അസാധാരണമായി മണ്ണിടിഞ്ഞതാണ് പ്രതിസന്ധി കാരണമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി കാര്യത്തിൽ കോൺഗ്രസിനെ വട്ടം കറക്കി PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാനാകില്ലെന്നും AP അനിൽകുമാറുമായുള്ള ചർച്ചയിലും അൻവർ ആവർത്തിക്കുകയായിരുന്നു. വിജയ സാധ്യത DCC പ്രസിഡന്റ് VS ജോയിക്കാണെന്ന നിലപാട് PV അൻവർ ചർച്ചയിൽ ആവർത്തിച്ചു. ഷൗക്കത്ത് മത്സരിച്ചാൽ തോൽപ്പിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് അൻവർ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുന്നത്. കഴിഞ്ഞ ദിവസം ആര്യാടൻ ഷൗക്കത്ത് അൻവറിനെ അനുനയിപ്പിക്കാനായി വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നിട്ടും അൻവർ വഴങ്ങിയില്ല. ഇതോടെ എളുപ്പത്തിൽ ജയിച്ചു കയറാം എന്ന് കരുതുന്ന ഒരു സീറ്റിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് കോൺഗ്രസ്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നവരെ മാധ്യമങ്ങളോട് സംസാരിക്കില്ലെന്ന് മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. മാധ്യമങ്ങളായുള്ള ആശയവിനിമയം താൽക്കാലികമായി നിർത്തിയെന്നും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നും അൻവർ കുറിച്ചു. വയനാട്ടിൽ KSRTC സ്വിഫ്റ്റ് ബസ്സിന് നേരെ ആക്രമണം. ബൈക്കുകളിലെത്തിയ 3 പേരാണ് ബസ്സിന്റെ ചില്ല് തകർത്ത സംഭവത്തിൽ 3 പ്രതികളും പിടിയിലായി. മീനങ്ങാടി സ്വദേശികൾ നിഹാൽ, അൻഷിദ്, ഫെബിൻ എന്നിവരാണ് പിടിയിലായത്. ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് തെന്നിമാറാൻ കാരണം ബസ്സാണെന്ന് ആരോപിച്ചാണ് ആക്രമിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 11 അംഗങ്ങളെ ഉൾപ്പെടുത്തി പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ച് ഇവരിൽ 5 പേർ പുതുമുഖങ്ങളാണ്. MR മുരളി, K പ്രകുമാർ MLA, സുബൈദ് ഇസ്ഹാഖ്, പൊന്നുകുട്ടൻ, TK നൌഷാദ് എന്നിവരാണ് സെക്രട്ടറിയിലെത്തിയ പുതിയ അംഗങ്ങൾ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ദിവ്യ S അയ്യർ നടത്തിയ അഭിനന്ദനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച മുതിർന്ന CPM നേതാവ് AK ബാലൻ രംഗത്ത്. ദിവ്യക്കെതിരായ സൈബർ ആക്രമണത്തെ ശക്തമായി അപലപിച്ച ബാലൻ അവർ ബ്യൂറോക്രാസിയിലെ ഉണ്ണിയാർച്ചയെന്നും വിശേഷിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ദിവ്യ S അയ്യർ നടത്തിയ പുകഴ്ത്തൽ സർവീസ് ചട്ട ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. KK രാഗേഷിനെ പുകഴ്ത്തിയ പോസ്റ്റ് ദിവ്യ S അയ്യരുടെ സർവീസ് ചട്ട ലംഘനമാണെന്നും വിഷയത്തിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് പരാതി നൽകിയത്. വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് കാസ സുപ്രീം കോടതിയിൽ. കേരളത്തിൽ നിന്ന് നിയമത്തെ പിന്തുണച്ച് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യത്തെ സംഘടനയാണ് കാസ. വഖഫ് ഭേദഗതി നിയമം മുനമ്പം നിവാസികളെ സംബന്ധിച്ചോളം നിർണായകമാണെന്ന് കാസ പറയുന്നു. സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന ഏത് തീരുമാനവും മുനമ്പം നിവാസികൾക്ക് നിർണായകമാണെന്ന് വ്യക്തമാക്കിയ കാസ മുസ്ലിം ലീഗ് ഫയൽ ചെയ്ത ഹർജിയിൽ കക്ഷികളുടെ അപേക്ഷയിൽ നിലപാടെടുത്തു. 4 വയസ്സുകാരൻ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ കോന്നി ആനക്കൂട് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. ഗാർഡൻ ഫെൻസിംഗിന്റെ ഭാഗമായി സ്ഥാപിച്ച കോൺക്രീറ്റ് തൂൺ ഇളകി വീണാണ് അപകടം നടന്ന്. അടൂർ കടമ്പനാട് സ്വദേശി അഫിറാം ആണ് മരിച്ചത്. ഇന്നലെ രാവിലെ ആനകളെ കാണാനായി കുടുംബത്തോടൊപ്പം എത്തിയതായിരുന്നു കുട്ടി. ഗുരുതരമായി പരിക്കേറ്റ അഫിറാമിനെ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
പാലക്കാട് കോട്ടായി പെരുങ്കുളങ്ങര ക്ഷേത്രോത്സവ വെടിക്കെട്ടിനിടെ അപകടം 6 പേർക്കാണ് പരിക്കെന്ന് പ്രാഥമിക വിവരം. രാത്രി 9:45 അപകടം. വെടിക്കെട്ടിന്റെ അവസാന ലാപ്പിൽ വെടിപ്പുരയ്ക്ക് തീപിടിക്കുകയായിരുന്നു. പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ഇന്ത്യയിൽ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവെന്ന് ഇദ്ദേഹത്തെ ആതുര ശുശ്രൂഷ രംഗത്ത് വിശേഷിപ്പിച്ചിരുന്നത് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതികളായി കുറ്റപത്രം സമർപ്പിച്ച ഇഡി നടപടിക്ക് തുറന്ന നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ഇന്ന് യോഗം ചേരും. വൈകിട്ട് 4 മണിക്കാണ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറിമാർക്കൊപ്പം മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, NSU ഭാരവാഹികളും പങ്കെടുക്കും. റോസ് അവന്യൂ കോടതി നടപടികൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് കോൺഗ്രസ് തീരുമാനം. BJPയെ വീണ്ടും വെല്ലുവിളിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഡൽഹിയിൽ നിന്നുള്ള ഒരു ശക്തിക്കും ഒരിക്കലും ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഭരിക്കാൻ കഴിയില്ലെന്ന് MK സ്റ്റാലിൻ തുറന്നടിച്ചു. വഖഫ് ഭേദഗതി ബില്ലിൽ സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പോര്. ബില്ലിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയതിന്റെ പേരിൽ DMKയും നടൻ വിജയിയുടെ പാർട്ടിയായ TVKയുമാണ് അവകാശം ഉന്നയിക്കുന്നത്. കർണാടകയിൽ സർക്കാർ കരാറുകളിൽ മുസ്ലിം സംവരണം നൽകുന്ന ബിൽ ഗവർണർക്ക് രാഷ്ട്രപതി അയച്ചതിൽ നടപടി വൈകിയാൽ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചേക്കും. വെന്റിലേറ്ററിൽ കഴിഞ്ഞുന്ന എയർ ഹോസ്റ്റസിനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ആശുപത്രി ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആവശ്യത്തിൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന ദീപക് എന്നാളാണ് പിടിയിലായത്. ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനെത്തി ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിൽ വീണ് ഗുരുതരാവസ്ഥയിലായിരുന്ന 46-കാരി എയർ ഹോസ്റ്റസിന്റെ പരാതി അടിസ്ഥാനത്തിൽ സദർ പോലീസ് സ്റ്റേഷനാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പരാതി നൽകി. 5 ദിവസത്തിന് ശേഷമാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. രോഹിത് വെമുല നിയമം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാഹുൽ ഗാന്ധി കത്ത് നൽകി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദളിത് ആദിവാസി വിദ്യാർത്ഥികൾ വിവേചനം നേരിടുന്നത് അംഗീകരിക്കാനാകില്ല, നിയമം ഉടൻ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് അംബേദ്കർ ജയന്തി ദിവസമാണ് രാഹുൽ ഗാന്ധി കത്ത് അയച്ചത്. കത്ത് സമൂഹമാധ്യമങ്ങൾ പങ്കുവച്ച രാഹുൽ നിയമം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹിമാചൽ പ്രദേശിലെ ചീഫ് സെക്രട്ടറി നടത്തിയ ആഡംബര പാർട്ടി വിവാദത്തിൽ മാർച്ച് 30 വിരമിക്കേണ്ടിരുന്ന ചീഫ് സെക്രട്ടറി പ്രബോധ് സക്സേനയ്ക്ക് 6 മാസത്തെ കാലാവധി നീട്ടി നൽകിയതിനെ തുടർന്ന് നടത്തിയ പാർട്ടിയിലെ ഭക്ഷണത്തിന്റെ ബില്ലാണ് വിവാദത്തിലായിരിക്കുന്നത്. IAS ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉൾപ്പെടെ 75 പേർക്ക് പ്ലേറ്റിന് 1000 രൂപയ്ക്ക് ഉച്ചഭക്ഷണം, ഡ്രൈവർമാർക്ക് ഏകദേശം 600 രൂപ, ടാക്സി ചാർജ് അടക്കം 1.2 ലക്ഷം രൂപയിലധികമാണ് ബില്ല്. JNU സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസം ക്യാമ്പസിലുണ്ടായ സംഘർഷങ്ങൾ കണക്കിലെടുത്താണ് ഇലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. സാമൂഹ്യ പ്രവർത്തക ടീസ സദർവാദിന് ജാമ്യം നൽകിയതിൽ വഴിവിട്ട ഇടപെടൽ ഉണ്ടായെന്ന് സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രനെതിരായ പരാതികൾ നടപടികൾക്കായി പേഴ്സണൽ കാര്യ മന്ത്രാലയത്തിന് കൈമാറി. നിയമ മന്ത്രാലയം CBI അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു പരാതി. പാറ്റ്ന ഹൈക്കോടതി മുൻ ജഡ്ജി രാകേഷ് കുമാറാണ് പരാതിക്കാരൻ. നവംബറിൽ നൽകിയ പരാതിയിലാണ് തുടർ നടപടി. 2000 രൂപയ്ക്ക് മുകളിൽ UPI ഇടപാട് നടത്തുമ്പോൾ GST ചുമത്താൻ കേന്ദ്രം ആലോചിക്കുന്നുള്ള വാർത്ത തള്ളി ധനമന്ത്രാലയം. വാർത്ത പൂർണ്ണമായും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയം വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ബഹിരാകാശ ഇന്ത്യയുടെ നാഴികക്കല്ലായി മാറുന്ന ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലുള്ള ചരിത്രയാത്ര മെയിലെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് കാര്യം വ്യക്തമാക്കിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.